ഗ്ലോറി ടു ഗോഡ്. അനുഗ്രഹീതമായ നല്ല ഈ സമയത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കാനായി ഈ കൂട്ടായ്മയിൽ കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷകളും പ്രാർത്ഥനകളും പ്രതി സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ സ്പർശിക്കുകയും അവിടുന്ന് നിങ്ങളെ വിടുവിക്കുകയും ചെയ്യുവാൻ വിശ്വസ്തനാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ തന്നെ എല്ലാ ദിവസവും നടക്കുന്ന ഈ മീറ്റിങ്ങിൽ രാവിലെ 6:30 വൈകുന്നേരം 6:30 ഒക്കെ വളരെ പ്രതീക്ഷയോടെ കയറുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ സന്ദർശിക്കുന്നത്, ഞങ്ങളുടെ ഈ കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുന്നത്, ഈ മെസ്സേജ് കേൾക്കുന്നത് എങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. അത് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായിരിക്കുകയും അനേകരുടെ ഇടയിലേക്ക് ദൈവവചനം എത്തുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. വളരെ പ്രതീക്ഷയോടെ നമുക്കിന്നത്തെ തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാം. യേശുക്രിസ്തുവിനെ യഹൂദന്മാർ കൊന്നതിനുള്ള 10 കാരണങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ അതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ അന്ത്യകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ വേറെ എങ്ങോട്ടൊക്കെയോ നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നു, വേറെ ഏതൊക്കെയോ ടോപ്പിക്കിലേക്ക് നമ്മുടെയൊക്കെ ഫോക്കസ് മാറിപ്പോകുന്നു. എന്നാൽ നമ്മുടെ ഈ ചാനലിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താ എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തോട് ഭയങ്കരമായ ഒരു ഇൻറ്റിമസി പുലർത്തുന്ന ഒരു ചാനലാണ്. വ്യക്തിപരമായി എനിക്ക് മറ്റെന്തിനേക്കാളും കൂടുതൽ താല്പര്യം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാനും ദൈവവചനത്തിൽ നിന്നുള്ള ദൂതുകൾ ജനത്തെ അറിയിക്കാനുമാണ്. അതുകൊണ്ട് ഈ യേശുവിനെ കൊന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് യേശുവിനോട് എന്ത് വികാരമാണ് യഹൂദന്മാർക്കുണ്ടായിരുന്നതെന്നും യഹൂദന്മാർക്ക് ആ വികാരം യേശുവിനോടുണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതിനെയും കൂടെ ചേർത്താണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഈ സന്ദേശം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതവുമായി കൂടെ കോറിലേറ്റ് ചെയ്താണെന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നിങ്ങളായിരിക്കുമ്പോൾ തന്നെ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യിക്കുക. നമ്മുടെ ഈ മീറ്റിംഗ് അവർക്കൂടെ പരിചയപ്പെടുത്തുക. നിങ്ങൾ പരിചയപ്പെടുത്താതെ മറ്റൊരു വ്യക്തി ഇത് അറിയില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് നമ്മുടെ ഈ ചാനൽ മറ്റുള്ളവർക്കൂടെ പരിചയപ്പെടുത്തുക. ദൈവവചനം ഒത്തിരി പേരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി. അതുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ കൊന്നതിനുള്ള 10 കാരണങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം. നിങ്ങളിൽ ആരെങ്കിലും നോട്ട്സ് കുറിച്ചെടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി ഞാനും നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഞാൻ ഓരോരോ റെഫറൻസ് ആയിട്ട് പറയാം. നിങ്ങളിൽ കുറിച്ചെടുക്കാൻ താല്പര്യമുള്ളവർ കുറിച്ചെടുക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 40-ാമത്തെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 40-ാമത്തെ. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. ഒന്നാമത്തെ കാരണം, യേശുവിനെ കൊല്ലാനുള്ള ഒന്നാമത്തെ കാരണം, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു സ്വഭാവം, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ആത്മാവിൻ്റെ തുറവി യേശുവിനുണ്ടായിരുന്നു. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു മനോഭാവവും
ഈ ഒരു കൃപയും നമ്മൾ ചോദിച്ചു വാങ്ങണം. ദൈവത്തിൽ നിന്ന് ലൈവായി കേൾക്കാനുള്ള ഒരു കൃപ. എന്നെ ഇന്ന് ഈ സന്ദേശം കാണുമ്പോൾ ശുശ്രൂഷകളിൽ കൈത്താങ്ങുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരും ദൈവിക ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, അഭിഷിക്തനെ, ദൈവദാസിയെ, ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റാരിൽ നിന്നുമല്ല, സാക്ഷാൽ ദൈവത്തിൽ നിന്ന് കേൾക്കാനുള്ളൊരു വരം നിങ്ങൾ ചോദിച്ചു വാങ്ങുക. ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ യേശുവിനെ കൊല്ലാൻ യഹൂദന്മാരെ പ്രേരിപ്പിച്ചൊരു കാര്യം, യേശു ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് സംസാരിക്കുന്നു. ദൈവവുമായി ബന്ധമുള്ളവനെ സാത്താൻ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ദൈവവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയെ എങ്ങനെ വകവരുത്താം, ഇത് സാത്താനീയ ലോകം സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്തിമ വിജയം കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഭക്തന്റെ മേൽ തന്നെയാണ്. നോക്കൂ, അപ്പൊ 10 തരത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതും നമ്മുടെ ജീവിതവുമായി ഇന്ന് ബന്ധപ്പെടുത്തി നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത, അല്ലെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണം നോക്കിയേ, രാജ്യത്വം സംബന്ധിച്ചായിരുന്നു യഹൂദന്മാർക്ക് യേശുവിനോട് അസ്വസ്ഥത. രാജ്യത്വം എന്തായിരുന്നു നോക്കിയേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 33 മുതൽ 40 വരെയുള്ള ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കൊന്ന് വരട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 33 മുതൽ 40 വരെയുള്ള. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിനുത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കലേൽപ്പിച്ചിരിക്കുന്നു. നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിനു സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്കൊരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും, ഇവനെ വേണ്ട, ബർറബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബർറബാസോ കവർച്ചക്കാരൻ ആയിരുന്നു. ദൈവവേദലേ, കർത്താവായ യേശു ക്രിസ്തു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഒരു ദോഷവും ചെയ്യാതിരുന്നിട്ടും ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നിട്ടും പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായിരുന്നിട്ടും വിശുദ്ധിയിൽ കോംപ്രമൈസ് ചെയ്യാതിരുന്നിട്ടും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കുറവും വരുത്താതിരുന്നിട്ടും മനുഷ്യൻ ദൈവമുള്ളവന് നേരെ തിരിഞ്ഞ ഒരവസ്ഥ നിങ്ങൾ നോക്കുക. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് ഇവിടെ പറയുമ്പോൾ, എൻ്റെ ചേവകർ അങ്ങനെ ആയിരുന്നെങ്കിൽ പോരാടുമായിരുന്നു എന്ന് യേശു ഇവിടെ പറയുമ്പോൾ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു വലിയ സത്യം ഇതാണ്. എൻ്റെ 35-ാമത്തെ വാക്യം, പീലാത്തോസ് അതിനുത്തരമായി പറഞ്ഞത്, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു.
നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന് എതിരായി എല്ലാ കാലവും ജനം എഴുന്നേറ്റിട്ടുണ്ട്. 1. 2, പ്രാർത്ഥിക്കുന്നവനെ ശത്രുവിൻ്റെ കൈക്കകത്ത് ഒതുക്കാൻ എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് എന്തുകൊണ്ട് യേശു അതിനകത്തുനിന്ന് വിടുവിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു വന്നിരിക്കുന്ന ഉദ്ദേശം തന്നെ അത് തന്നെയാണ്, യഹൂദന്മാരുടെ കയ്യാൽ തറപ്പിച്ച് കൊല്ലുക എന്നുള്ളത്. ഇല്ലാഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരു പോറൽ പോലും തട്ടാതെ ദൈവം പുത്രനെ രക്ഷിക്കുമെന്നുള്ളത് സ്പഷ്ടമാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഇന്നുള്ള ഉറപ്പ് എന്താണെന്നറിയാമോ? ഇതിനെല്ലാം ഇക്വലൻ്റ് ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ ജീവിതം പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്യാതിരുന്നിട്ടും ക്രൂശിക്കപ്പെടുകയും നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിക്കുകയും ദോഷത്തിന് പകരം ദോഷം ചെയ്യാതിരുന്നിട്ടും വൈരികൾ നമുക്കെതിരെ പെരുകുകയും എല്ലാം ചെയ്യുന്നു. എങ്കിലും നമ്മുടെ രക്ഷ എന്താന്ന് ചോദിച്ചാൽ, യേശു തറയ്ക്കപ്പെട്ടതുകൊണ്ട് ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കും. എന്നെ തറയ്ക്കാനും തറപ്പിച്ചു കൊല്ലാനും എന്നെ ഒതുക്കാനും എന്നെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനുമൊക്കെ മനുഷ്യനാണെങ്കിലും പിശാചാണെങ്കിലും ശ്രമിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും യേശു തറയ്ക്കപ്പെട്ടതുകൊണ്ട് രക്ഷിച്ചെടുക്കുന്ന ഒരു സർവശക്തനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമുക്കെല്ലാവർക്കും വിടുതലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ? രാജ്യത്വം സംബന്ധിച്ചാണ്. യേശുവിൻ്റെ രാജ്യത്വം സംബന്ധിച്ചാണ് ഒന്നാമത് യേശുവിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. രണ്ടാമത്തെ കാര്യം, സത്യം സംസാരിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ നേര് സംസാരിച്ചതുകൊണ്ട് തറയ്ക്കപ്പെട്ടവർ അനേകരാണ് ഈ ലോകത്തിൽ. നേര് സംസാരിച്ചു, സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നു, കപടകാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കവർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദോഷത്തിന് വേണ്ടി കൂട്ടുനിന്നില്ല എന്നതിനെ പ്രതി ശത്രുത വർദ്ധിച്ചവർ ഏറെയാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ യേശുവിനെയും തറപ്പിച്ചു കൊല്ലാൻ ഉണ്ടായതിൻ്റെ രണ്ടാമത്തെ കാരണം നേര് സംസാരിച്ചു. എന്തായിരുന്നു ആ നേര്? ഒന്ന് നോക്കിയേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 21 മുതൽ 29 വരെയുള്ള വാക്യം. ലൂക്കോസ് 4-ന്റെ 21 മുതൽ 21 മുതൽ 29 വരെ. ലൂക്കോസ് 4-ാമത്തെ അധ്യായം 21 മുതൽ 29 വരെ. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകൻ തന്നെയല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനഹൂമിൽ ഉണ്ടായി കേട്ടത് എല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും. നിശ്ചയം ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശമെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. ദൈവമക്കളെ, ഇവിടെയും ജനത്തിൽ നിന്നുള്ള അതിതീവ്രമായ എതിർപ്പുകളും മർദ്ദനങ്ങളുമാണ് യേശുവിൻ്റെ നേരെ ഉണ്ടാകുന്നത്. യേശുവിനെ ഉന്തിത്തള്ളി, യേശു സത്യമല്ലേ പറഞ്ഞത്? എല്ലാവരും നിലവിളിക്കുന്നു, എല്ലാവരും സൗഖ്യമാവുന്നുണ്ടോ? എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എന്നാൽ എല്ലാവരും ഉത്തരം നേടുന്നുണ്ടോ? ഈ കൂട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ സത്യം മനസ്സിലാക്കുന്ന, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കൂട്ടർ മാത്രം സൗഖ്യവും
വിടുതലുകളും മറുപടിയും പ്രാപിക്കുമ്പോൾ ഒരു കൂട്ടർ എന്തുകൊണ്ട് പ്രാപിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് യേശു പറയുന്നത്. അവരുടെ അവിശ്വാസ നിമിത്തം, അവരുടെ മുൻവിധി നിമിത്തം. നമ്മുടെ മുൻവിധി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഈ മുൻവിധി, കിട്ടുമോ ഇല്ലയോ സംശയ ദൃഷ്ടിയോടുകൂടിയ മുൻവിധി നമ്മുടെ പ്രാർത്ഥനകളുടെ ഉത്തരങ്ങളെ വൈകിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാതെ വണ്ണം തടയും. മുൻവിധികളും യേശുവിനെ എങ്ങനെ, എന്തിനാൽ കൊടുക്കാം, എന്ത് വാക്കിനാൽ കൊടുക്കാം എന്നുള്ള അവരുടെ കാത്തിരിപ്പ് നിമിത്തം അവരൊന്നും പ്രാപിക്കുന്നില്ല. അവരൊന്നും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നില്ല. യേശു പറയുന്ന മറ്റൊരു കാര്യം, സ്വന്തം പിതൃഭവനത്തിൽ അല്ലാതെ ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല. തന്റെ പിതൃനഗരത്തിൽ യേശു സമ്മതനല്ല. സഹോദരങ്ങളുടെ ഇടയിൽ യേശു സമ്മതനല്ല. യേശു അംഗീകരിക്കപ്പെട്ടവനല്ല. യേശുവിനെ അംഗീകരിച്ചവർ മുഴുവനും സാധാരണക്കാരാണ്. സഹോദരങ്ങൾ അംഗീകരിച്ചില്ല, പരിഹസിച്ചു, കളിയാക്കി, കുറ്റപ്പെടുത്തി. ദൈവമക്കളെ, ഇന്ന് ആ അവസ്ഥയിൽ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നിങ്ങളുടെ മേലൊരു അഭിഷേകം ഇട്ടിട്ട് നിങ്ങളെ പിതൃനഗരത്തിൽ അംഗീകരിച്ചില്ലെങ്കിലും, ദൈവം നിങ്ങളെ അതിതീവ്രമായൊരു ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തള്ളപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും, ദൈവം നിങ്ങളെ അതിശക്തമായ ഒരു നിയോഗം ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് സ്വന്തം പട്ടണത്തിൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, സ്വന്തക്കാരുടെ ഇടയിൽ ചെയ്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ, അവരെയും ഇവരെയും ഒന്നും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ യേശുവിൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. യേശു പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം നഗരത്തിൽ സമ്മതനല്ല, പിതൃനഗരത്തിൽ സമ്മതനല്ല. അതുകൊണ്ട് യേശു മാറിയാണ് ശുശ്രൂഷ ചെയ്തത്. യേശു മാറിയാണ് ചെയ്തത്. താങ്കളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, താങ്കളിലൂടെ ഒരു ആത്മാവ് രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ട് ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിലും, ആരൊക്കെ തടസ്സം നിന്നാലും, ആരൊക്കെ എതിര് നിന്നാലും കർത്താവ് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചിരിക്കും. ദൈവം അത് ചെയ്യിച്ചിരിക്കും. ദൈവം അത് നിശ്ചയമായിട്ടും ചെയ്യിച്ചിരിക്കും. ഈ സത്യം പറഞ്ഞത് കൊണ്ടാണ്, ഏലിയാവിൻ്റെയും എലീശായുടെയും കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ടാണ് എല്ലാവർക്കും വിടുതലില്ലെന്നും ചിലർക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ യേശു തുറന്ന് സംസാരിച്ചത് കൊണ്ടാണ് യേശുവിനെ മലയുടെ മോളിൽ നിന്ന് തലകീഴായി തള്ളിയിട്ട് കൊന്നു കളയാൻ അന്നു മുതൽ യേശുവിന് നേരെ വധഭീഷണിയുണ്ട്. ഇന്ന് ആ അവസ്ഥയിൽ എന്നെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വധഭീഷണിയുള്ള ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? മരണഭയമുള്ള ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? നിങ്ങളെ വകവരുത്താൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പതിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ചില വ്യക്തികൾ ഭാവിക്കുന്നുണ്ടോ? വേദപുസ്തകം പറയുന്നു, ആത്മാവുള്ള കർത്താവ് അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി. നിന്നെ കടത്തിവിടുന്നൊരു ദൈവമുണ്ട്. ശത്രുവിൻ്റെ മുന്നിൽ കൂടെ നിന്നെ മറികടത്തിക്കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ട്. ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം അവർ കാണുക, അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം നിന്നെ മറച്ചു പിടിച്ച് കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ശബ്ബത്തിലെ സൗഖ്യമാക്കലാണ് യേശുവിനെ കൊല്ലാനുള്ള കാരണം. യഹൂദന്മാരുടെ ഇടയിൽ ശബ്ബത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ശബ്ബത്തിലും യേശു ജനത്തെ സ്വതന്ത്രമാക്കിയിരുന്നു. ശബ്ബത്തിലും യേശു ജനത്തെ സ്വതന്ത്രമാക്കിയത് ജനത്തിന്റെ ഇടയിൽ ഇല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. യോഹന്നാന്റെ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യം നോക്കിയേ. 12:9 മുതൽ. അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരേണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന്, നിങ്ങൾ ഈ വേർഡ് ശ്രദ്ധിച്ചോ, എന്ത് കാര്യത്തിലാണ് യേശുവിനെ കുറ്റം പറയാൻ കിട്ടുക എന്ന് തക്കം പാത്താണ് യഹൂദരിരുന്നത്. നിങ്ങളുടെയും ജീവിതം ഒരുപക്ഷെ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റം, നന്മ ചെയ്താലും കുറ്റം, നന്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താലും കുറ്റം, നന്മ പറഞ്ഞാലും കുറ്റം, ആർക്കും തിന്മ ചെയ്തില്ലേലും കുറ്റം, പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലേലും കുറ്റം, ചെയ്താലും കുറ്റം, ചെയ്തില്ലേലും കുറ്റം. ദൈവമക്കളെ, യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ യേശുവിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവമക്കളല്ലേ. ജീവിതത്തിലോട്ട് നോക്കിയാൽ മതി. ഇത് തന്നെയായിരുന്നു അവസ്ഥ. സൗഖ്യം ആക്കിയില്ലെങ്കിൽ, ശബ്ബത്തിൽ എന്തായാലും അങ്ങനെ ചോദിക്കത്തില്ല എന്താ സൗഖ്യമാക്കാത്തതെന്ന്. പക്ഷെ ഇങ്ങനെ ചോദിക്കും, എന്താ ശബ്ബത്തിലും അവന് സൗഖ്യമാക്കാൻ കഴിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കും.
സൗഖ്യം ആക്കിയാൽ ആക്കിയില്ലെങ്കിൽ അതെന്താ ആണെങ്കിൽ കഴിയാത്ത എന്നായിരിക്കും. പക്ഷെ ഇവിടെ നോക്കിയേ, അങ്ങനത്തെ അവസ്ഥയെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോടാണ് ഈ ദൂത്. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തൻ ഒരാടുണ്ടെന്നിരിക്കട്ടെ, അത് ശബ്ബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു ഉണർവ് നടക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും ഇവിടെ കാണുന്നു അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. എങ്ങനെ അവനെ ഒതുക്കാം, എങ്ങനെ അവൻ്റെ പേര് നശിപ്പിക്കാം, എങ്ങനെ അവൻ്റെ മിനിസ്ട്രി ചുരുട്ടിക്കെട്ടാം, എങ്ങനെ അവൻ്റെ കൂട്ടായ്മ തകർക്കാം, എങ്ങനെ അവൻ്റെ പേര് സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാം. ഇത് ദുഷ്ടന്മാർ കൂടി ആലോചിച്ച്, ദുഷ്ടന്മാർ, തിരുവെഴുത്ത് പറയുന്നത് വിരോധമായി ദുഷ്ടന്മാർ കൂടി ആലോചിച്ച് ചെയ്യുന്ന സംഗതിയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, കർത്താവ് തനിക്ക് ഭൂമിയിൽ മിനിസ്ട്രി ഇട്ടിരുന്ന കാലം വരെ ഒരു യഹൂദന്മാർക്കും തൻ്റെ മേലൊരു മണൽ വാരിയിടാൻ പോലും കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സായാഹ്നത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നിങ്ങൾക്കെതിരെ അത്ഭുതം നടക്കുന്നിടത്തോളം കാലം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിടുതൽ നടക്കുന്നിടത്തോളം കാലം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വിരോധമായി കൂടിയാലോചിക്കാൻ, തമ്മിൽ ആലോചിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതൊന്നും നിങ്ങളോട് അടുത്തു വരത്തില്ലെന്ന് ദൈവാത്മാവ് പറയുക. അവരുടെ തമ്മിലാലോചനയും കൂടിയാലോചനയും അവരുടെ പതിയിരിപ്പൊന്നും നിങ്ങളുടെ മേൽ വില പോകത്തില്ല. കർത്താവ് നിങ്ങളെ ദൂതന്മാരെ അയച്ച് കാവൽ നിർത്തും. ഗ്ലോറി ടു ഗാഡ്. അപ്പം മൂന്നാമത്തെ കാര്യം ഇതാണ്, ശബ്ബത്തിലെ സൗഖ്യമാക്കൽ. നാലാമത്തെ കാര്യം ഞാൻ പറയേണ്ടല്ലോ, പൊതുവായിട്ടുള്ള ഒരു അസുഖമാണ്, ഒരു പകർച്ചവ്യാധിയാണ് അസൂയ. അസൂയയാണ് പ്രധാനമായിട്ടും. അസൂയയാണ് യേശുവിനെ ഒതുക്കാൻ അവര് ഉറക്കളച്ച് പദ്ധതിയിട്ടത്. അസൂയയാണ് എല്ലാത്തിൻ്റെയും കാരണം. യേശുവിൻ്റെ പുറകെ ജനം നടക്കുന്നു. ഈ അസൂയയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണം. നമുക്ക് ആ തിരുവെഴുത്തുനിന്ന് കാണാം. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളൊന്ന് നോക്കിയേ. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 3-4. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു. കണ്ടോ? അപ്പൊ ആദ്യം യേശുവിനെ ഉപായത്താൽ, ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത് അവന് പരിചയമുള്ള ചില ഉപായങ്ങളിലൂടെയാണ്. എന്നാൽ നിങ്ങൾക്കും എനിക്കുമെതിരെ പിശാച ഉപായം നിരൂപിക്കാത്തൊണ്ടൊന്നുമല്ല. കർത്താവ് എന്നെയും നിങ്ങളെയും അതിനകത്ത് ഏൽപ്പിക്കാത്തത് കൊണ്ട് എന്നാണ് പറയുന്നത് ശരി. എന്നാൽ യേശുവിൻ്റെ ആഗമന ഉദ്ദേശം ഇത് തന്നെ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ദൈവം വിടുതലിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചേക്കുന്നത്. അതുപോലെ മർക്കോസ് എഴുതിയ സുവിശേഷം 15:10 ഒന്ന് നോക്കിയേ. മർക്കോസ് എഴുതിയ സുവിശേഷം 15:10. യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. പക്ഷെ അവിടെയും ജനം പറയുന്നത് വേണ്ട എന്നാണ്. ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത യേശുവിനെ അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? ഉപായത്താൽ. ഈ ഉപായം ജനത്തിന്റെ ഹൃദയത്തിൽ പുരോഹിതന്മാർ വിതറിയിരുന്നു. ഇനി ഒന്നും കൂടെ, യോഹന്നാന്റെ സുവിശേഷം 11:48 ഒന്ന് നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 11:48.
ഗ്ലോറി ടു ജീസസ്. 11:48 പറയുന്നത്, അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും, റോമാക്കാരും വന്ന നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയും എന്ന് പറയും. കാര്യം പിടികിട്ടിയോ നിങ്ങൾക്ക്? അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ, ഇവനെ ഇങ്ങനെ വിട്ടാൽ, ഇവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇവൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്താൽ, ഇവൻ ഇങ്ങനെ പ്രയോജനപ്പെട്ടാൽ ഇവൻ നമുക്കൊരു ഭീഷണിയായി മാറും. അതുകൊണ്ട് ഇവനെ ഒതുക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങളുടെ അഭിഷേകത്തിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ, പ്രതികരിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പൊ ഈ അസൂയയാണ് കാരണം. റോമാക്കാരും നമ്മുടെ സ്ഥലത്ത് വന്നെത്തി നമ്മുടെ പേര് ഇവിടുന്ന് നിഷ്ഫലമാക്കിക്കളെ. പിശാചിന്റെ പേര് മാറുന്നത് സാത്താൻ ഇഷ്ടമല്ല. ഹല്ലേലൂയ. സാത്താനെ ആരാധിക്കുന്നവർ കുറയുന്നത് സാത്താൻ ഇഷ്ടമല്ല. പിശാചിന്റെ പ്രവർത്തികൾ തടയപ്പെടുന്നത് സാത്താൻ ഇഷ്ടമല്ല. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ കർത്താവ് പറയുക, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ വചന ശ്രവണങ്ങളും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഫെയ്ത്ത് ഡിക്ലറേഷനും ഒക്കെ പിശാചിന് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ എങ്ങനെ ഒതുക്കാം എന്ന് സാത്താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അസൂയ. 5-ാമത്തെ കാര്യം അജ്ഞത. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 40-ാമത്തെ തിരുവെഴുത്തൊന്ന് നോക്കി. 40-ാമത്തെ തിരുവെഴുത്ത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പുറം കണ്ണിന് കാഴ്ച കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. നമുക്ക് അകക്കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ, അകക്കണ്ണിൽ നടക്കുന്ന എന്താണെന്നറിയാമോ? ഒന്ന്, അവിടെ എന്താ വചനം പറയുന്നത്? He has blinded their eyes and hardened their heart, lest they see with their eyes and understand what they heard and turn, and I would heal them. യേശു അവരെ സൗഖ്യമാക്കാതിരിക്കേണ്ടതിന് സാത്താൻ, ഹി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അവൻ, സാത്താൻ, ജനത്തിൻ്റെ, യേശു തൊടേണ്ട ജനത്തിൻ്റെ, യേശു സൗഖ്യമാക്കേണ്ട ജനത്തിൻ്റെ, യേശു ജീവിതം അനുഗ്രഹിക്കേണ്ട ജനത്തിൻ്റെ ഹൃദയത്തെ തടിപ്പിച്ച് കണ്ണിനെ കുരുടാക്കി. 2 കാര്യം നടക്കുന്നു. ഒന്ന്, ഹൃദയം തടിച്ചിരിക്കുന്നു. ദൈവമക്കളെ, അവിശ്വാസം കൊണ്ടാണ് ആ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം വിശ്വസിക്കാൻ തക്കവണ്ണം അവരുടെ കണ്ണ് തുറക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അവരെ അന്ധതയ്ക്കകത്തിട്ടിരിക്കുകയാണ്. അതെ, നിങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് നിങ്ങളുടെ കണ്ണ് അന്ധമാക്കി സാത്താൻ ഹൃദയം തടിപ്പിച്ച് കളഞ്ഞാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് കൊണ്ടു നിർത്തി നിങ്ങളുടെ കണ്ണ് അന്ധത പിടിപ്പിച്ച് നിങ്ങളുടെ ഹൃദയം തടിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്ന ഒരു തോട്ട് നിങ്ങളിൽ നിറച്ചിട്ട് മടുപ്പ് കൊണ്ട് നിങ്ങളുടെ ഹൃദയം തടിപ്പിച്ച് നിങ്ങളുടെ കണ്ണ് അന്ധത പിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. യേശുവിനൊന്നും തൊടാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ അന്ധത ബാധിച്ചിരുന്നു. യേശുവിന് സൗഖ്യമാക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ ഹൃദയം തടിച്ചു പോയിരുന്നു. കോപം കൊണ്ട്, ദേഷ്യം കൊണ്ട്, വെറുപ്പ് കൊണ്ട്, അവിശ്വാസം കൊണ്ട് ഹൃദയം തടിച്ചു പോയിരുന്നു. ഇന്ന് രാത്രിയിൽ ആരെയൊക്കെയോ കർത്താവ് അതിനകത്തുനിന്ന് തിരിച്ചു വിളിക്കുക, റീകോളിംഗ് നിങ്ങളുടെ മേൽ വരികയാണ്. നിങ്ങൾ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ, മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ യേശു നിങ്ങളെ സൗഖ്യമാക്കാനായി ആഗ്രഹിക്കുകയാണ്. 6-ാമത്തെ കാര്യം, പ്രവചനം നിവൃത്തിയാകേണ്ടതിന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യം. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവർത്തിയാവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാ വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ഇവിടെയും പറയുന്ന കണ്ടോ നിങ്ങൾ? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രവചനം നിവർത്തിയാകണമെന്ന് യെശയ്യാവ് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 22 മുതൽ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 22 മുതൽ
4 വരെയുള്ള തിരുവെഴുത്തുകൾ നിങ്ങളൊന്ന് നോക്കി. 22 മുതൽ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. അപ്പോൾ അതൊരു സ്ഥിരനിർണയവും മുന്നറിവുമായിരുന്നു എന്നുള്ളതാണ്. കർത്താവിനെ തറപ്പിച്ചു കൊല്ലുക എന്നുള്ളത്, ലോകത്തിൻ്റെ പാപപരിഹാരത്തിന് ഈ കുഞ്ഞാട് അറുക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുന്നറിവും സ്ഥിരനിർണയവുമായിരുന്നു എന്നും ഈ തിരുവെഴുത്ത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ തറപ്പിക്കുക എന്നുള്ളത് മുന്നറിവായിരുന്നത് പോലെ, സ്ഥിരനിർണയമായിരുന്നത് പോലെ, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി യേശുവിനെ അർപ്പിക്കുക എന്നുള്ളതൊരു മുന്നറിവും സ്ഥിരനിർണയവുമായിരുന്നത് പോലെ, പിതാവിന്റെ ഉള്ളത്തിലെ മറ്റൊരു സ്ഥിരനിർണയമായിരുന്നു മരണപാശങ്ങളെ അഴിക്കുക, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, മരണത്തിന്മേൽ ജയം നൽകുക. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് ആ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളെ ശത്രു പിടിച്ചു വെക്കുന്നത്, മരണം പിടിച്ചു വെക്കുന്നത്, പരാജയം പിടിച്ചു വെക്കുന്നത്, അത് അസാധ്യമാണ്. കാരണം നിങ്ങളുടെ പാശങ്ങൾ, നിങ്ങളെ ബന്ധിക്കുന്ന പാശങ്ങൾ സ്വർഗം ആഴിച്ച് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമായി ഇത് മാറും. ഹല്ലേലൂയ. പ്രവചനം നിവൃത്തിയാകേണ്ടതിനായിരുന്നു. 6-ാമത്തെ വാക്യം. 7-ാമത്തേത്, പുത്രത്വം അവകാശപ്പെട്ടതിനാൽ, തൻ പുത്രനാണ്, ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടതിനാൽ യേശുവിനെ അവർ തറപ്പിച്ചു കൊന്നു. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ പുത്രീപുത്രന്മാരാണെന്ന് കേൾക്കുന്നത് ലോകർ സഹിച്ചാലും പിശാച് സഹിക്കത്തില്ല. ഹല്ലേലൂയ. അതാ ഇത്ര എതിർപ്പ്. ഞാൻ എൻ്റെ യേശുവിൻ്റെ മകനാ, നമ്മൾ ഈ ഡെലിവറൻസിനൊക്കെ വേണ്ടിയിട്ട് ജനത്തെ കൊണ്ട് പറയിക്കാറുണ്ട്, അവരുടെ വായി കൊണ്ട് പറയിക്കാറുണ്ട്. അന്നേരം പറയും, എൻ്റെ ആത്മാവിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവാണ്, എൻ്റെ ശരീരത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവാണ്, പ്രാണന്റെ കർത്താവ് യേശു ക്രിസ്തുവാണെന്ന് പറയിക്കാറുണ്ട്. പക്ഷെ സാത്താൻ ഇതുപോലെ കേട്ടുകൂടാത്ത, സഹിച്ചുകൂടാത്ത വാക്ക് വേറെയില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ എന്ന് കേൾക്കുന്നത് സാത്താൻ അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളത് ആവർത്തിച്ച് പറയണം. നിങ്ങൾ ദൈവമക്കളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പോരാട്ടങ്ങൾ വരുന്നത്. പക്ഷെ ജയിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ശക്തീകരിക്കും. 8-ാമത്തെ കാര്യം, അവിശ്വാസം. യേശുവിനെ യഹൂദന്മാർ കൊല്ലാനുള്ളതിൻ്റെ 8-ാമത്തെ കാരണം യേശുവിനോടുള്ള അവിശ്വാസമാണ്. താൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവരുടെ കണ്ണ് അന്ധത പിടിച്ചതും അവരുടെ ഹൃദയം തടിച്ചതുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഇവിടെ യേശുവിനെ തറപ്പിക്കാനുള്ളതിന്റെ കാരണം അവിശ്വാസമാണ്, യഹൂദന്മാരുടെ അവിശ്വാസമാണ്. എന്നാൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ദൈവം സർവശക്തനാണ്, ദൈവത്തിന് അതിന് കഴിയും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. 9-ാമത്തെ കാര്യം ഇതാണ്, ദൈവമാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 53 മുതൽ 59 വരെയുള്ള വാക്യം നോക്കുമ്പോൾ, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആർ ആക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഭോഷ്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. താൻ ദൈവമാണ്, താൻ ദൈവത്തെ അറിയുന്നവനാണ്, ദൈവവചനം പ്രമാണിക്കുന്നവനാണ്, അബ്രഹാമിനേക്കാൾ മുന്നേ ഉള്ളവനാണ്, അതിൽ ഉണ്ടായിരുന്നു എന്ന് യേശു പറഞ്ഞു. അതൊന്നും യഹൂദന്മാർക്ക് ഡൈജസ്റ്റ് ആയില്ല.
നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ ദൈവത്തെ ഉദ്ദേശിക്കണമെന്നോ കാണണമെന്നോ നിർബന്ധമില്ല. എന്നാൽ ഉറപ്പുള്ള യേശുവിനെ പല ഘട്ടങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ദൈവം മറച്ചു കൊണ്ടുപോയി എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, ശത്രു നിന്നെ എറിയുവാൻ കല്ല് കൈകളിൽ എടുത്തിരിക്കുമ്പോഴും ഒന്നുപോലെ നിന്റെ മേൽ കൊള്ളാതെ കർത്താവ് നിന്നെ മറച്ചുകൊള്ളും. ലാസ്റ്റ് വൺ, അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഭയം നിമിത്തം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 46 മുതൽ 51 വരെയുള്ള 53 വരെയുള്ള തിരുവെഴുത്ത് നോക്കുമ്പോൾ 46 മുതൽ, എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ, അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായി ആകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കുന്നതിനും തന്നെ അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അവരുടെ അധികാരം നഷ്ടപ്പെടും, റോമാക്കാർ വന്ന് ആ സ്ഥലം ഏറ്റെടുക്കും എന്നുള്ള ഭയത്താൽ യഹൂദന്മാരുടെ രാജാവായ യേശുവിൻ്റെ പുറകെ എല്ലാവരും പോകും, പരീശന്മാർക്കും മഹാപുരോഹിതന്മാർക്കും ഒരു റോളും ഇല്ലാതാകും എന്ന് പേടിച്ച്, അവരുടെ അധികാരം, ജനത്തിന്മേലുള്ള അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് പേടിച്ച്, യേശുവിനെ എല്ലാ ജനവും നശിക്കുന്നതിനേക്കാൾ ഒരുത്തൻ മരിക്കുന്നത് നല്ലത് എന്ന് അന്നത്തെ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് പറഞ്ഞത് തൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്നല്ല, അത് പ്രവചനമായിരുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ കർത്താവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇതാ പലരും ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ദൈവം പുത്രനെ രക്ഷിക്കാതെ ഇരുന്നു, ദൈവം അത്ര ക്രൂരനോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. മരണം ഈ സെക്കൻഡ് വരെയും അവനെ പിടിച്ചു വെച്ചിട്ടില്ല. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവർത്തികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, യഹൂദന്മാർ യേശുവിനെ കൊല്ലത്തക്ക വിധത്തിൽ 10 കാരണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിച്ചത്. ഇതിൽ പലതും നമുക്ക് നേരെ ഇന്നും മനുഷ്യനാണെങ്കിലും പിശാചാണെങ്കിലും ഉന്നയിക്കുന്നതായ കാരണങ്ങളും ഉപായങ്ങളുമാണ്. അതിനകത്തൊന്നും പെടാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം ഒരുവൻ നമുക്ക് വേണ്ടി മറുവിലയായതുകൊണ്ടാണ്. നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്ന ആ നിയോഗത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇറക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ആ ശുശ്രൂഷ വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ വഴികൾ തുറക്കും. ഇതിനൊക്കെ വേണ്ടിയാണ് യേശു മരിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. ഇതിനൊക്കെ വേണ്ടിയാണ് യേശു മരിച്ചത്. നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോകും. ഇതിനു വേണ്ടിയാണ് യേശു മരിച്ചത്. യഹൂദന്മാർ കൊന്നു എന്ന് പറയുമ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവൻ തറയ്ക്കപ്പെട്ടിട്ടില്ല. ആരും അവനെ ബലാത്കാരമായി പിടിക്കാൻ, ഓടിച്ചിട്ട് പിടിക്കാനും കെണിവെച്ചു പിടിക്കാനും ഒന്നും നിൽക്കാൻ കഴിഞ്ഞില്ല. അവനെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവർക്കത് ചെയ്യുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം നിങ്ങളെല്ലാവരും ഓർക്കുക. ലോകം മുഴുവനുമുള്ള പാപത്തിനു വേണ്ടി ഒരുവൻ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ പിതാവാം ദൈവം 3-ാം നാൾ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, തൻ്റെ വലത്ത് ഭാഗത്തിരുത്തിയിരിക്കുന്നു. അത് മനസ്സിലാക്കി തരാൻ എനിക്ക് നിങ്ങൾക്കും ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന ദാനവും നൽകിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ, കൂടുതലായി ആഴമായി യേശുവിനെ കുറിച്ചറിയാൻ സർവശക്തനായ ദൈവം നമുക്ക് വെളിപ്പാടുകൾ തരട്ടെ, കൃപ തരട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. അപ്പോഴത്തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ
ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് മുഖേനയോ കോൾസിലൂടെയോ നിങ്ങൾ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കുക. നല്ല കർത്താവേ, ഈ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ജനത്തെയും അവിടുന്ന് അഭിഷേകം ചെയ്യുക. കർത്താവ് ഇവരെ ശക്തീകരിക്കുക. ഇവരിൽ രോഗികളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശുവിന്മേലേറ്റ അടിപ്പിണറുകൾ ഇവർക്ക് സൗഖ്യമുണ്ടാകട്ടപ്പ. ഇവർ ശക്തീകരിക്കപ്പെടട്ടെ. ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്കുള്ള എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നാളെ രാവിലെ പ്രഭാത സന്ദേശം കൃത്യം 6:30 മണിക്ക് തുടങ്ങും. നിങ്ങൾ ആ പ്രഭാത സന്ദേശം കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന് താഴെ രേഖപ്പെടുത്തുക. കർത്താവ് ഇവരെ നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മെ അവരെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.